السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ ബാധിക്കുന്ന വളരെ ഗുരുതരമായ രോഗത്തിനുള്ള ചികിത്സയാണ് പറയുന്നത്. നിഷിദ്ധമായ ബന്ധങ്ങളിൽ ചെന്നുപെടുകയും അത് മുഖേന മനസ്സിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം? പ്രണയം പോലെ, അത് സ്ത്രീകൾ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ പുരുഷന്മാർ തമ്മിൽ സ്ത്രീകൾ തമ്മിൽ, ഇങ്ങനെ ഇതുപോലുള്ളതായ ബന്ധങ്ങളിൽ നിന്ന് എങ്ങനെ മനസ്സിനെ ചികിത്സിക്കാം, മോചനം നേടാം എന്നുള്ളതാണ് സംസാരിച്ചു വരുന്നത്. അതിൽ രണ്ട് രീതിയിലുള്ള ചികിത്സകൾ പറഞ്ഞു. ഒന്ന്, ഇത് ബാധിക്കുന്നതിന് മുമ്പേ എന്ത് നടപടിക്രമമാണ് പ്രതിരോധം എന്നോണം സ്വീകരിക്കേണ്ടത്, അതാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം കണ്ണിനെ നിയന്ത്രിക്കലാണ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫായിദകളും നേട്ടങ്ങളും എല്ലാം വിശദീകരിച്ചു. അതിനുശേഷം രണ്ടാമതായി പറഞ്ഞ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെടാതിരിക്കുന്നതിനെ തൊട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് മനസ്സിനെ തടയുന്നതായ കാര്യങ്ങൾ ഹൃദയത്തിൽ എന്ത് ചെയ്യുക, നിറയ്ക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു പെടാതിരിക്കാൻ അതിന് വിപരീതമായി ഹൃദയത്തെ നന്മകൾ കൊണ്ട് എന്ത് ചെയ്യുക, ഷുഗലാക്കുക, വ്യാപൃതമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് രണ്ട് മാർഗമുണ്ട് എന്ന് ഷേഖ് അവറുകൾ പറഞ്ഞു. അതായത് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ ഒരു വസ്തുവിനെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കാര്യത്തെ അവൻ ഒഴിവാക്കണമെങ്കിൽ അതിനേക്കാൾ അവന് ഇഷ്ടമുള്ള ഒരു കാര്യം വേണം. എന്നാൽ എന്ത് ചെയ്യുള്ളൂ, അതിനേക്കാളും അവന് ഇഷ്ടമുള്ള, അവന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്നിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, അവന് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ ഒഴിവാക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ വസ്തു, അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് മുഖേന വലിയൊരു അപകടം എനിക്ക് സംഭവിക്കും എന്നുള്ള ഒരു കാരണമുണ്ടെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യാം, അതിനെ ഒഴിവാക്കാം. ഇതാണ് ആകെത്തുക. ഇതുപോലുള്ള കാര്യങ്ങളെ ഒഴിവാക്കാൻ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനുശേഷം ഇമാം അവർകൾ രണ്ട് മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഹൃദയത്തെ വ്യാപൃതമാക്കാം
എന്ന് പറഞ്ഞതിന് ശേഷം ഒന്നാമത്തെ മാർഗം പറയുന്നത് ഇങ്ങനെയാണ്: ബസീറത്തുൻ സ്വഹീഹത്തുൻ യുഫല്ലിഖു ബിഹാ ബൈന ദറജാത്തിൽ മഹബൂബി വൽ മക്റൂഹ്. നല്ല ശരിയായ ഉൾക്കാഴ്ച ഒരു മനുഷ്യനുണ്ടാവുക എന്നുള്ളതാണ്. നല്ല ഉൾക്കാഴ്ച ഉണ്ടാവുക, സ്വഹീഹായ നല്ല ശരിയായ ബോധമുണ്ടാവുക. ഈ ഉൾക്കാഴ്ചയുടെ പ്രത്യേകത എന്താണ്? അത് യുഫല്ലിഖു ബിഹാ ബൈന ദറജാത്തിൽ മഹബൂബി വൽ മക്റൂഹ്. ഇഷ്ടപ്പെടേണ്ടവരുടെയും അതേപോലെ തന്നെ വെറുക്കേണ്ടവരുടെയും ദറജകൾ എന്ത് ചെയ്യും? ഇവന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത്, ആരെയാണ് വെറുക്കേണ്ടത്, ഇഷ്ടപ്പെടേണ്ടവരുടെ സ്ഥാനം ഏത് രീതിയിലാണ്, ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, വെറുക്കേണ്ടവരെയാണെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ മുൻഗണനാക്രമം, ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ബോധം, ഒരു ഉൾക്കാഴ്ച അവനുണ്ടാവുക എന്നുള്ളതാണ്. ഫയുഉസിറു അലൽ മഹബൂബൈനി അല അദ്നാഹുമ. അങ്ങനെ ആ ബോധം അവനുണ്ടായിക്കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടുന്ന രണ്ട് ആളുകളിൽ എന്ത് ചെയ്യും? ഏറ്റവും താഴെ തട്ടിലുള്ളവരെക്കാൾ ഏറ്റവും ഉന്നതമായി ഇഷ്ടപ്പെടേണ്ടവരെന്ത് ചെയ്യും? പ്രാധാന്യം കൊടുക്കും. വയഹ്തമിലു അദ്നൽ മക്റൂഹൈനി ലിയഖ്ലുസ മിൻ അഅലഹുമ. വെറുക്കപ്പെടേണ്ട രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ രണ്ടാലൊന്നിനെ എന്ത് ചെയ്യാൻ പറ്റൂ? ഉൾക്കൊണ്ടേ പറ്റൂ എന്നാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യും? ഏറ്റവും താഴെ തട്ടിലുള്ളത് അവൻ എന്ത് ചെയ്യും? സ്വീകരിക്കും. ഏറ്റവും അപകടം നിറഞ്ഞ വെറുക്കപ്പെടേണ്ടവരെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെടേണ്ടവരുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും മുന്തിയ ഒന്നിനെ അവൻ എന്ത് ചെയ്യും? സ്വീകരിക്കും. വെറുക്കപ്പെടേണ്ടവരുടെ ഒരു നിരയുണ്ട്, അതിൽ ചിലത് സ്വീകരിക്കൽ അനിവാര്യമായി തീർന്നാൽ എന്ത് ചെയ്യും? ഏറ്റവും അപകടം കുറഞ്ഞതിന് എന്ത് ചെയ്യും? സ്വീകരിക്കും. ഈ ബസീറത്തുള്ള ഒരാൾ അങ്ങനെ ചെയ്യൂ. വഹാദ ഖാസ്വത്തുൽ അഖൽ. ഇത് ബുദ്ധിയുടെ പ്രത്യേകതയാണ്. ബുദ്ധിയുള്ളവന് സാധിക്കുന്ന ഒരു കാര്യമാണിത്. വലാ യുഅദ്ദു ആഖിലൻ മൻ കാന ബിളുദ്ദി ദാലിക്. ഇതിന് വിപരീതമാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ അവനെ ബുദ്ധിയുള്ളവൻ എന്ന് ചെയ്യൂല, പരിഗണിക്കൂല. ഒരാൾ ഈ പറയുന്നതിന് വിപരീതമാണ് ചെയ്യുന്നത്, ഇഷ്ടപ്പെടേണ്ടവനെയല്ല അവൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ടവരിൽ മുൻഗണനാക്രമമുണ്ട്, അതും അവൻ പാലിക്കുന്നില്ല, വെറുക്കപ്പെടേണ്ടവരിൽ മുൻഗണനാക്രമങ്ങളുണ്ട്, ഇതൊന്നും അവൻ പാലിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവന് യഥാർത്ഥത്തിൽ എന്തില്ല? ബുദ്ധിയുള്ളവൻ എന്ന് പറയാൻ പറ്റൂല. ബൽ ഖദ് തകൂനുൽ ബഹായിമു അഹ്സന ഹാലം മിൻ. എന്നല്ല, ചിലപ്പോൾ നാൽക്കാലി മൃഗങ്ങൾ ഇവനേക്കാളും ഈ വിഷയത്തിൽ എന്തായിരിക്കും? മെച്ചമുള്ളയാളായിരിക്കും, മികച്ചവനായിരിക്കും. കാരണം പലപ്പോഴും പല ജീവികളെ നമുക്ക് കണ്ടാൽ അറിയാം, ആ ജീവികൾ പല കാര്യങ്ങളും തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഇപ്പോൾ ഒരു റൂട്ടിൽ സഞ്ചരിക്കുകയാണ്, അവിടെ നിന്ന് ഒരു അപകടം ഉണ്ടാകുമെന്ന് കണ്ടാൽ ആ മൃഗം ചെയ്യൂല, ആ റൂട്ട് വേറെ സ്വീകരിക്കും. അപകടങ്ങളിലേക്ക് പോയി പെടൂല പലപ്പോഴും മൃഗങ്ങൾ വരെയും. കാരണം എന്താ? അതിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപകടം സംഭവിക്കുമെന്ന ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് മൃഗങ്ങൾ വരെയും അവർ മുൻഗണനാക്രമങ്ങളുണ്ട്. ഏത് സ്വീകരിക്കണം, എന്തിനെ എടുക്കണം, എന്തിനെ തള്ളണം എന്നുള്ള ബോധം മൃഗങ്ങൾക്ക് വരെയുണ്ട്. എന്നാൽ ഇത് ഒരു മനുഷ്യൻ ആ രീതിയിൽ മുൻഗണനാക്രമങ്ങൾ നൽകുന്നില്ല എങ്കിൽ അവൻ്റെ അവസ്ഥ ഈ മൃഗങ്ങളെക്കാൾ എന്തായിരിക്കും? മോശപ്പെട്ട അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതായ ഒരു ബസീറത്ത് എന്ത് ചെയ്യണം? ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്തിനെയാണ് സ്നേഹിക്കേണ്ടത്, എന്തിനെയാണ് വെറുക്കേണ്ടത്, അതിനെ സ്നേഹിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ വെറുക്കേണ്ടവരെ സ്നേഹിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം? ബോധമുണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മാർഗം ഖുവ്വത്തു അസ്മിൻ വസബിരിൻ. ചില ആളുകൾക്ക് ഈ ബസീറത്ത് ഉണ്ടായേക്കാം, പക്ഷേ ബസീറത്ത് ഉണ്ടായത് കൊണ്ട് മാത്രം എന്താവില്ല, അവൻ രക്ഷപ്പെടണമെന്നില്ല, ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നില്ല. അതിന് എന്താണ് വേണ്ടത്? നല്ല ഖുവ്വത്തു അസ്മിൻ വസബിരിൻ, നല്ല ദൃഢ തീരുമാനമെടുക്കാനുള്ള ശക്തി വേണം, ശേഷി വേണം. അതേപോലെ തന്നെ ക്ഷമയവലംബിക്കാനുള്ളതായ ശക്തിയും എന്ത് ചെയ്യണം? രണ്ടാമതായിട്ട് വേണം. ഇതിലാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്? പരാജയപ്പെട്ടു പോകുന്നത്. നല്ല ദൃഢമായ തീരുമാനമെടുക്കുന്നതിലുള്ള ശേഷി, ക്ഷമയവലംബിക്കാനുള്ളതായ കരുത്ത്, ഇത് രണ്ടും യതമക്കനു ബിഹി മിൻ ഹാദൽ ഫിഅലി വതർക്കി. അത് ഒരാൾക്കുണ്ട് എങ്കിൽ അത് മുഖേന നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും ഉപേക്ഷിക്കുന്നതിനും എല്ലാം എന്ത് ചെയ്യും? അവനക്ക് സാധിക്കും. എന്തിനെയാണ് സ്വീകരിക്കേണ്ടത്, എന്തിനെയാണ് തള്ളേണ്ടത് എന്നെല്ലാം ശരിയാവിധം ഒരാൾക്ക് സാധിക്കണമെങ്കിൽ എന്ത് വേണം?
ചിലപ്പോൾ അവനക്ക് അറിയാമായിരിക്കും, പക്ഷേ അത് നടപ്പിൽ വരുത്തണമെങ്കിൽ ഈ പറയുന്ന ഖുവ്വത്ത് വേണം. തീരുമാനങ്ങൾ എടുക്കാനുള്ള ദൃഢമായ ശേഷി എന്ത് ചെയ്യണം, അവന് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഫകസീറമ്മ യഅരിഫു റജുലു ഖദ്റ തഫാവുത്ത്, ഈ പറയുന്ന തഫാവുത്ത് എന്താണ്, സ്നേഹിക്കപ്പെടേണ്ടവരുടെ തട്ടുകൾ എത്രയാണ്, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എത്രയാണ്, ഇതൊക്കെ ധാരാളം ആളുകൾക്ക് അറിയാം. ആരെയാണ് സ്നേഹിക്കേണ്ടത്, അവരെ സ്നേഹിച്ചാൽ എന്താണ് ലഭിക്കുക, അതല്ലാത്തവരെ സ്നേഹിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താണ്, ഇതൊക്കെ ധാരാളം ആളുകൾക്ക് എന്ത് ചെയ്യാം, യഥാർത്ഥത്തിൽ അറിയാം. പക്ഷേ വലാകിൻ യഅ്ബാലഹു ദഅഫു നഫ്സിഹി വഹിമ്മതിഹി വഅസീമതിഹി അലാ അഷിയ, എന്നാൽ കാര്യങ്ങളുടെ മേൽ ദൃഢമായ തീരുമാനമെടുക്കുന്നതിൻ്റെയും അതേപോലെ തന്നെ അവൻ്റെ ദൃഢനിശ്ചയം, ഇതിൻ്റെ എല്ലാം ബലഹീനത മുഖേന, അവൻ്റെ മനസ്സിനുണ്ടാകുന്ന ദുർബലത മുഖേന പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അതിൽ ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ മുന്നിൽ ഒരു തടസ്സമായിട്ട് എന്ത് ചെയ്യാണ്, അവൻ്റെ മനസ്സിൻ്റെ ദുർബലതകൾ, അല്ലെങ്കിൽ ദൃഢമായ തീരുമാനമെടുക്കുന്നതിലുള്ളതായ കാര്യങ്ങൾ, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ എങ്ങനെ ദൃഢമായ തീരുമാനമെടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള അവൻ്റെ ഈ പറയുന്ന മനസ്സിനുണ്ടാകുന്ന ദുർബലതകൾ, ഇത് പലപ്പോഴും അവൻ്റെ മുന്നിൽ ഒരു വിലങ്ങായിട്ട് നിൽക്കുകയാണ്. ലാ തൻഫഉ മിൻ ഖിസ്സതിഹി വഹിർസിഹി വവദാഅതി നഫ്സിഹി വഖിസ്സതി ഹിമ്മതിഹി. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അവൻ്റെ ഈ പറയുന്ന നിസ്സാരതയും ആർത്തിയും അതേപോലെ തന്നെ അവൻ്റെ മനസ്സിൻ്റെ ദുർബലതകളും, ഇതെല്ലാം ദൃഢ തീരുമാനമെടുക്കാനുള്ളതായ ശേഷിക്കുറവും, ഇതൊന്നും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അവനക്ക് അവൻ്റെ അറിവിനെ ഉപകാരപ്പെടുത്താൻ സാധിക്കുന്നില്ല. അവനറിയാമായിരിക്കും ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്നൊക്കെ അവനറിയാമായിരിക്കും. പക്ഷെ അത് നടപ്പിൽ വരുത്താൻ എന്ത് ചെയ്യുന്നില്ല, അവൻ്റെ തീരുമാനമെടുക്കാനുള്ള ശേഷിക്കുറവ് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ വമിസ്ലു ഹാദാ ലാ യൻതഫിഉ ബിനഫ്സിഹി വലാ യൻതഫിഉ ബിഹി ഗൈറു, അവനക്ക് അവൻ്റെ ഈ ഇൽമു കൊണ്ട്, തിരിച്ചറിവ് കൊണ്ട് സ്വയം ഒരു ഉപകാരം ഉണ്ടാവില്ല, വേറൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അവൻ്റെ അറിവ് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നു, പക്ഷേ ഇപ്പോൾ പുകവലിക്കുന്നത് നിഷിദ്ധമാണ്, അത് അപകടമാണെന്ന് അറിയാത്ത ആളുകളുണ്ടോ? എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ പെട്ടുപോയിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ദൃഢമായ തീരുമാനമെടുക്കാൻ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം. വ്യഭിചാരം നിഷിദ്ധമാണ്, വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് അവനക്കറിയാം, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അതിൽ ദൃഢമായ തീരുമാനം, ഈ ദൃഢമായ തീരുമാനം എടുക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംരി വൽ അസീമത ഫിർ റുഷ്ദ്, കാര്യങ്ങളിൽ സബാത്തിന് വേണ്ടിയിട്ട്, അതായത് ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള സ്ഥൈര്യത്തിന് വേണ്ടി അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതേപോലെ സന്മാർഗത്തിൽ ദൃഢമായ തീരുമാനമെടുക്കാനുള്ള ശേഷി, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം വേണ്ടതുണ്ട്, അതിൽ ദൃഢമായ തീരുമാനമെടുക്കാൻ. അതിനെന്ത് ചെയ്യണം, നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ദൃഢമായ തീരുമാനമെടുക്കൽ, അതിനുള്ള ശേഷി വർദ്ധിപ്പിക്കൽ എന്താണ്, ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വഖദ് മനഅ അല്ലാഹു സുബ്ഹാനഹു ഇമാമത്തദ്ദീനി ഇല്ലാ മിൻ അഹ്ലി സ്വബ്രി വൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിൽ മാതൃകാ യോഗ്യരാക്കുന്നത് ആർക്കാണോ നല്ല ക്ഷമയും അതേപോലെ തന്നെ ദൃഢമായ തീരുമാനമെടുക്കാനുള്ള ശേഷി, ദൃഢവിശ്വാസവും ഉള്ളത്, അവരെയാണ് അള്ളാഹു ദീനിൽ എന്താക്കുന്നത്, മാതൃകാ യോഗ്യരാക്കുന്നത്. അതല്ലാത്ത ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും, ഈ പറയുന്ന മാതൃകാ യോഗ്യരാകാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കൂല, അതിന് തടസ്സമുണ്ടാകും. കാരണം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് കാണാം, ഫഖാല തആല വബിഖൗലിഹി യഖ്തദിൽ മുഖ്തദൂൻ, അവന്റെ വാക്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സന്മാർഗം ശ്രദ്ധിച്ചവർ സന്മാർഗം ശ്രദ്ധിക്കുന്നത് ഖുർആൻ മുഖേനയാണ്, അള്ളാഹുവിന്റെ വാക്ക് മുഖേനയാണ്. അള്ളാഹു എന്താണ് പറയുന്നത്, വജഅൽനാ മിൻഹും അഇമ്മതൻ, അവരിൽ നിന്ന് നാം എന്ത് ചെയ്തു, ചില അഇമ്മത്തിനെ ഉണ്ടാക്കി, എന്ന് പറഞ്ഞാൽ ചില മാതൃകായോഗ്യരായ ആളുകളെ എന്ത് ചെയ്തു, ഉണ്ടാക്കി. യഹ്ദൂന ബി അംരിന, അവർ നമ്മുടെ കൽപ്പന മുഖേന എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കുകയാണ്. ലമ്മ സ്വബറു വകാനു ബി ആയാതിന യുഖിനൂൻ, എപ്പോഴാണ് അള്ളാഹു ഇവരെ മാതൃകായോഗ്യരായ അഇമ്മത്തുകളാക്കിയത്, അവർ ക്ഷമ അവലംബിക്കുകയും നമ്മുടെ ആയാത്തുകളിൽ ദൃഢമായ വിശ്വാസം ഉള്ളവരാവുകയും ചെയ്തപ്പോൾ. അപ്പോൾ ക്ഷമിക്കാനും അതേപോലെ തന്നെ ദൃഢമായ വിശ്വാസം ഉൾക്കൊള്ളാനുമുള്ളതായ ശേഷി ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാതൃകായോഗ്യരാക്കി മാറ്റുകയുള്ളൂ.
വഹാദാ ഹുവല്ലദീ യന്തഫിഉ ബിഇൽമിഹി. അങ്ങനെയുള്ള ആളുകളുടെ ഇൽമാണ് എന്ത് ചെയ്യണത്? അവനക്ക് സ്വയം പ്രയോജനം ചെയ്യും. വയന്തഫിഉ ബിഹിന്നാസ്, അത് മുഖേന മറ്റുള്ളവർക്കും അത് അവൻ്റെ ആ തിരിച്ചറിവ് മുഖേന പ്രയോജനങ്ങളുണ്ടാകും. എന്നാൽ വദിദ്ദുഹു ലാ യന്തഫിഉ ബിഹി ഗൈറുഹു, ഇതിന് നേരെ വിപരീതമാണ്. ഒരാൾക്ക് ഈ പറയുന്ന ക്ഷമയില്ല, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയൊന്നും ഇതൊന്നും ഇല്ല എങ്കിൽ അവനും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അത് മുഖേന, അവൻ്റെ ഇൽമു മുഖേന മറ്റുള്ള ആളുകൾക്കൊന്നും ഉണ്ടാവില്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല. എന്നാൽ വമിനന്നാസി മൻ യന്തഫിഉ ബിഇൽമിഹി ഫീ നഫ്സിഹി വലാ യന്തഫിഉ ബിഹി ഗൈറു, ജനങ്ങളിൽ വേറെ ചില ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ ഈ തിരിച്ചറിവ് മുഖേന അവൻ്റെ നഫ്സിന് സ്വന്തം പ്രയോജനം ലഭിക്കും, പക്ഷേ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കാത്തതായ വേറെ ചില ആൾക്കാരൊന്നുണ്ട്, മനുഷ്യരുണ്ട്. അപ്പം 3 വിഭാഗം ആൾക്കാരാണ്. ഒരു വിഭാഗം അവരുടെ തിരിച്ചറിവ് മുഖേന അവർക്ക് സ്വയം പ്രയോജനമുണ്ട്, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? ആ പ്രയോജനം ലഭിക്കുന്നു. വേറൊരു വിഭാഗത്തിന് സ്വയം പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ലാത്ത ഒരു വിഭാഗമുണ്ട്. വേറൊരു വിഭാഗം സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? ഇൽമു മുഖേന പ്രയോജനമുണ്ട്, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഫൽ അവ്വലു യംഷി ഫീ നൂരിഹി വയംഷി നാസു ഫീ നൂരി. ഒന്നാമത് പറഞ്ഞ ആള് അവൻ എന്ത് ചെയ്യുന്നു? അവൻ ആ പ്രകാശത്തിലൂടെ, ഇൽമിന്റെ പ്രകാശത്തിലൂടെ അവൻ സഞ്ചരിക്കുന്നു, ജനങ്ങളും എന്ത് ചെയ്യുന്നു? അതിന്റെ പിന്നാലെ അവന് പിന്തുടരുന്നു. വസാനി ഖദ് തുഫിഅ നൂറു, രണ്ടാമത്തെ ആൾക്ക് അവന്റെ പ്രകാശം പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? കെട്ടുപോയിരിക്കുകയാണ്. അവനക്ക് ചിലപ്പോൾ ജ്ഞാനം ഉണ്ടാവും, പക്ഷെ ആ ജ്ഞാനത്തിന് എന്തുണ്ടാവില്ല? വെളിച്ചം പകരുന്ന ജ്ഞാനമായിരിക്കുകയില്ല, അത് കെട്ടുപോയിരിക്കുകയാണ്. ഫഹുവ യംഷി ഫി ദുലുമാതി വമൻ തബിഅഹു ഫി ദുൽമതി, അവൻ ഇരുളുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അവനെ പിൻപറ്റുന്ന ആളുകളും എവിടെയായിരിക്കും? ഇരുളിലായിരിക്കും. വസാലിസു യംഷി ഫി നൂരിഹി വഹദ, മൂന്നാമത്തെ ആള് അവൻ ഒറ്റക്ക് എന്ത് ചെയ്യുന്നു? ആ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കും, വേറൊരാൾക്ക് എന്ത് ചെയ്യില്ല? പ്രയോജനം ലഭിക്കുകയില്ല. അപ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഇതുപോലുള്ള ചിന്തകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ. ഒന്നാമത് എന്ത് ചെയ്യുക? നല്ല ബസുഖത്ത് ഉണ്ടാവുക, എന്തിനെയാണ് സ്നേഹിക്കേണ്ടത്, എന്തിനാണ് വെറുക്കേണ്ടത് എന്നുള്ള ബോധം മനസ്സിനെ പഠിപ്പിക്കുക. എന്നിട്ട് ദൃഢമായ തീരുമാനമെടുക്കാനുള്ളതായ ശേഷി കൈവരിക്കുക. അതിനൊന്ന് ദുആ ചെയ്യുക അള്ളാഹുവിനോട്, അതാണ് ഒരു കാര്യം. അതിനുശേഷം ഇമാം അവർ പറയുന്നു, ഇദാ അറഫ്ത ഹാദിഹിൽ മുഖദ്ദിമ, ഈ ഒരു ആമുഖം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫലാ യുംകിനു അൻ യജ്തമിഅ ഫിൽ ഖൽബി ഹുബ്ബുൽ മഹ്ബൂബി അൽ അഅല വഇഷ്ഖു സുവരി അബദാ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത്. ഈ കാര്യം നീ മനസ്സിലാക്കിയാൽ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അൽ മഹബൂബുൽ അഅല, അതായത് ഏറ്റവും അത്യുന്നതനായ സ്നേഹിതൻ, സ്നേഹിക്കപ്പെടേണ്ടവരിൽ ഏറ്റവും അത്യുന്നതനായവൻ, അവനോടുള്ള സ്നേഹവും വഇഷ്ഖു സുവരി അബദ, ചിത്രങ്ങളോടുള്ള, മനുഷ്യരൂപങ്ങളോടുള്ളതായ സ്നേഹവും എന്ത് ചെയ്യില്ല? ഒരുമിച്ച് കൂടുകയില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റവും അത്യുന്നതനായ അള്ളാഹുവിനോടുള്ള സ്നേഹവും, എന്നാൽ അതിനോടുകൂടെ തന്നെ നിഷിദ്ധമായ ചിത്രങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ, അത് ഹറാമായ ദൃശ്യങ്ങളാകാം, അതേപോലെ തന്നെ മോശപ്പെട്ട ചിന്തകളാകാം, ഇതുപോലുള്ളതായ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇത് രണ്ടും ഒരുമിച്ചൊരു ഹൃദയത്തിൽ ഉണ്ടാവുക എന്നത് സാധ്യമേയല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അബദൻ, ഒരിക്കലും സാധ്യമല്ല. ബൽ ഹുമാ ദിദ്ദാനി ലാ യതലാഖയാൻ, ഇത് രണ്ടും നേർ വിപരീത ദിശയിലുള്ള കാര്യമാണ്. അത് രണ്ടും എന്ത് ചെയ്യില്ല? പരസ്പരം ഒരിടത്ത് സമ്മേളിക്കുക എന്നുള്ളത് സാധ്യമല്ല. ബൽ ലാ ബുദ്ദ അൻ യുഖ്രിജ അഹദുഹുമാ സ്വാഹിബ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനെ എന്ത് ചെയ്യും? പുറത്തെടുത്തു. ഒരാൾക്ക് അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമുണ്ട്, എന്നാൽ ആ സ്നേഹം എന്ത് ചെയ്യും? ഈ നിസ്സാരമായ കാര്യങ്ങളോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്യും? പുറന്തള്ളും. ഒരാൾക്ക് നിസ്സാരമായ ദുനിയാവിന്റെ ഭൗതികമായ നിഷിദ്ധങ്ങളായ ദൃശ്യങ്ങളോടും ചിത്രങ്ങളോടും സ്ത്രീകളോടും മറ്റൊക്കെയാണെന്ത്? സ്നേഹം. എന്നാൽ ആ സ്നേഹം എന്ത് ചെയ്യും? അള്ളാഹുവോടുള്ള സ്നേഹത്തെ തള്ളിക്കളയും. ഇത് രണ്ടും എന്ത് ചെയ്യില്ല? മനുഷ്യ ഹൃദയത്തിൽ സമ്മേളിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഫമൻ കാനത്ത് ഖുവ്വത്തു ഹുബ്ബിഹി കുല്ലുഹാ ലിൽ മഹ്ബൂബിൽ അഅല, ഒരാളുടെ ഹൃദയത്തിലുള്ളതായ സ്നേഹം, അതിന്റെ സ്നേഹത്തിന്റെ ശക്തി, അത് മുഴുവനും മഹ്ബൂബുൽ അഅലയോടാണ്, ഏറ്റവും അത്യുന്നതനായ സ്നേഹിക്കപ്പെടേണ്ടവനായ അള്ളാഹുവിനോടുള്ളതായ സ്നേഹമാണ് അവന്റെ ഹൃദയത്തിൽ മുഴുവനും എന്ത് ചെയ്യുന്നത്? മികച്ചു നിൽക്കുന്നത്. എങ്കിൽ അല്ലദീ മഹബ്ബത്തുമാ സിവാഹു ബാത്തിലത്തുൻ, എങ്ങനെയുള്ളതാണ് ആ മഹബൂബുൽ ആലയോടുള്ള സ്നേഹം?
അവനോടല്ലാത്തതായ സ്നേഹം ബാത്തുലാണ്. അവനോടല്ലാത്തതായ ആരെയെങ്കിലും സ്നേഹിച്ചാൽ അതെന്താണ്? നിരർത്ഥകമാണ്, ബാത്തുലാണ്. വഅദാബുൻ അലാ സ്വാഹിബിഹ, മാത്രമല്ല ആ സ്നേഹം അത് ഉള്ള ആളുകൾക്ക് ശിക്ഷയുമായി മാറും, പിന്നീട് ഭവിക്കും. അപ്പോ അങ്ങനെയുള്ളതായ അള്ളാഹുവിനോടുള്ളതായ സ്നേഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അത് എന്ത് ചെയ്യുന്നു? ശക്തി പ്രാപിച്ചു നിന്നാൽ സ്വറഫുഹു ദാലിക അൻ മഹബ്ബത്തി മാസിവ, മറ്റുള്ള അതിനപ്പുറമുള്ള ആ അള്ളാഹുവിനപ്പുറമുള്ള മറ്റുള്ള ആളുകളെ സ്നേഹിക്കുന്നതിനെ തൊട്ട് അവൻ എന്ത് ചെയ്യും? തിരിച്ചു കളയും, തെറ്റിച്ചു കളയും. വ ഇൻ അഹബ്ബഹു, ഇനി അള്ളാഹു അല്ലാത്ത വേറൊരു വസ്തുവിനെ അവൻ സ്നേഹിച്ചാലോ, ലം യുഹിബ്ബഹു ഇല്ലാ ലി അജ്ലി, അവൻ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒരാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്, ശക്തി പ്രാപിച്ചു നിൽക്കുന്നത് എങ്കിൽ അവൻ ആ സ്നേഹം മറ്റുള്ള വസ്തുക്കളോടുള്ള സ്നേഹത്തിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? തിരിച്ചു കളയും. ഇനി അള്ളാഹുവിന് പുറമെ വേറെ ഏതെങ്കിലും വസ്തുവിനെ അവൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം എന്തിനു വേണ്ടി മാത്രമായിരിക്കും? അള്ളാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രമായിരിക്കും. ഔലി കൗനിഹി വസീലത്തൻ ഇലാ മഹബ്ബത്തി, അല്ലെങ്കിൽ ആ സ്നേഹം മുഖേന അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുക എന്നുള്ളതായിരിക്കും. അതിനുവേണ്ടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മറ്റുള്ള വസ്തുക്കളെ, അള്ളാഹു സ്നേഹിച്ച വസ്തുക്കളെ മറ്റും എന്ത് ചെയ്യുള്ളൂ? സ്നേഹിക്കുകയുള്ളൂ. ഔ ഖാതിഅൻ ലഹു അമ്മാ യുദാദു മഹബ്ബതഹു വയുൻഖിസുഹ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വീഴാൻ ഇടയാക്കി തീർക്കുന്ന, അവനോടുള്ള സ്നേഹത്തിന് വിപരീതമാകുന്ന, അവനോടുള്ള സ്നേഹത്തെ കുറച്ചു കളയുന്ന സകലതിൽ നിന്നും അവനെ എന്ത് ചെയ്യുന്ന? തെറ്റിച്ച് കളഞ്ഞ് അവനിലേക്ക് മുറിഞ്ഞു വീഴുന്ന രീതിയിലുള്ള ഒരു സ്നേഹം, അതിനെന്ത് ചെയ്യുള്ളൂ? അവനക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ അവൻ ചിലപ്പോൾ സ്നേഹിക്കും, അത് അള്ളാഹു സ്നേഹിക്കുന്നവരെ ആയിരിക്കും, അള്ളാഹു സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടവരെ ആയിരിക്കും. അത് മുഖേന അള്ളാഹുവിലേക്കുള്ള സ്നേഹത്തെ എന്ത് ചെയ്യും? ലഭിക്കും എന്നുള്ള കാരണത്താൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന ഇബാദത്തുകളോടുള്ള സ്നേഹം, ഇതെല്ലാം ഒരു വിശ്വാസി എന്ത് ചെയ്യണം? ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യില്ല? ഒരേ രീതിയിൽ ഒരു മനസ്സിൽ സമ്മേളിക്കുകയില്ല. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, വൽ മഹബ്ബത്തു സാദിഖതു, സത്യസന്ധമായ സ്നേഹം തഖ്തദി തൗഹീദൽ മഹബൂബ്, അത് സ്നേഹിക്കപ്പെടുന്നവൻ ഏകനായിരിക്കുക, അവന്റെ ഏകത്വത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യപ്പെടുന്നുണ്ട്. ഒരാളുടെ സ്നേഹം സത്യസന്ധമാണോ? ആ സത്യസന്ധമായ സ്നേഹം തേടുന്നത് എന്താണ്? മഹബൂബ് ഒറ്റ ആളായിരിക്കണം. സ്നേഹിക്കപ്പെടുന്നവൻ എന്തായിരിക്കണം? ഒറ്റയാളായിരിക്കണം. വഅല്ലാ യുശ്രിക ബൈനഹു വബൈന ഗൈരിഹി ഫീ മഹബ്ബത്തിഹി, എന്ത് ചെയ്യാൻ പാടില്ല? വഅല്ലാ യുശ്രിക ബൈനഹു വബൈന ഗൈരിഹി ഫീ മഹബ്ബത്തിഹി, ആ സ്നേഹത്തിൽ രണ്ടാൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ശിർക്ക് വെക്കാൻ മഹബ്ബത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യൂല? ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ രണ്ടാൾ എന്ത് ചെയ്യുക? ഒരേപോലെ സ്നേഹിക്കുക എന്നുള്ളത് എന്തല്ല? സാധ്യമായ കാര്യമില്ല. എത്രത്തോളം എന്നാൽ വഇദാ കാനൽ മഹബൂബു മിനൽ ഖൽഖി, സൃഷ്ടികളിൽ സ്നേഹിക്കപ്പെടുന്ന ഒരാള് യഅ്നഫു വയഗാറു അൻ യുശ്രിക മുഹിബ്ബുഹു ഗൈറഹു ഫീ മഹബ്ബത്തി, ഇപ്പൊ നമുക്ക് ധാരാളം ചെറിയ ചെറിയ കുട്ടികളിലെല്ലാം കാണാൻ പറ്റുന്ന കാര്യമാണ്. അതായത് സ്നേഹിക്കപ്പെടുന്ന ഒരാള്, അവനെ സ്നേഹിക്കുന്ന ഒരാൾ വേറെ ഒരാളായിട്ട് സ്നേഹം ബന്ധം സ്ഥാപിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് അവനോട് ദേഷ്യം വയ്ക്കും, അവനോട് പകയുണ്ടാകും, അവനോട് ഒരു എന്ത് ചെയ്യും? വെറുപ്പ് ഉളവാകും. വയം കുത്തുഹു ലിദാലിക്, അത് അവനോടുള്ള വെറുപ്പിനും, വയുബഇദുഹു വലാ യുഹദീഹി ബിഖുർബി, അവൻ അകറ്റി നിർത്താനും അവൻ അടുപ്പിക്കാതിരിക്കാനും, വയഉദ്ദുഹു കാദിബൻ ഫീ ദഅവാ മഹബ്ബത്തി, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കളവാണ്, അവൻ വ്യാജമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്നൊക്കെ എന്ത് ചെയ്യും? ഇവൻ ആരോപിക്കും. ഇത് സൃഷ്ടികളിൽ തന്നെ എന്താണ് കണ്ടുവരുന്ന കാര്യമാണ്. അതായത് ഒരു ആള് എന്ത് ചെയ്യുന്നു? സ്നേഹിക്കപ്പെടുന്ന ഒരാള് അവനെ സ്നേഹിക്കുന്നയാൾ വേറൊരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് കണ്ടാൽ തന്നെ എന്ത് ചെയ്യും? മനുഷ്യന്മാർക്ക് തന്നെ എന്ത് ചെയ്യൂല? ചിലപ്പോൾ സഹിക്കുകയില്ല. എന്നാൽ മാ അന്നഹു ലൈസ അഹ്ലൻ ലിസർഫി കുല്ലി ഖുവ്വത്തിൽ മഹബ്ബത്തി ഇലൈഹി, ഈ സൃഷ്ടികളിലുള്ളതായ സ്നേഹിക്കപ്പെടുന്ന ആളുകൾക്ക് സ്നേഹത്തിന്റെ എല്ലാ ഇനങ്ങളും കൊടുക്കപ്പെടാൻ അർഹരാണോ അവര്? അല്ല. എന്നിട്ട് കൂടി എന്ത് ചെയ്യും? അവർക്കിത് സഹിക്കാൻ സാധിക്കുന്നില്ല. ഫകൈഫ ബിൽ ഹബീബിൽ അഅല അല്ലദീ ലാ തംബഗിൽ മഹബ്ബതു ഇല്ലാ ലഹു വഹദ, അപ്പൊ എങ്ങനെയാണ് ഏറ്റവും അത്യുന്നതനായ, സ്നേഹിക്കപ്പെടേണ്ടവന് ഏറ്റവും ഉന്നതനായ അള്ളാഹുവിന്റെ അവസ്ഥ? അവന്റെ മഹബ്ബത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല?
അവന് മാത്രമല്ലാതെ യഥാർത്ഥത്തിലുള്ള മഹബത്ത് പറ്റൂല. അവനെയാണ് എന്ത് ചെയ്യേണ്ടത്? സ്നേഹിക്കേണ്ടത്. അല്ലദീ ലാ തംബഗിൽ മഹബ്ബത്തു ഇല്ലാ ലഹു വഹദ, അവന് വേണ്ടി മാത്രമല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല? മഹബ്ബത്തിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് പറ്റാത്ത കാര്യമാണ്. വകുല്ലു മഹബ്ബത്തിൻ ലിഗൈരിഹി ഫഹിയ അദാബുൻ അലാ സ്വാഹിബിഹ വബാലുൻ, അവന് പുറമെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്നേഹം മുഴുവനും ആ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്തായി മാറും? പിന്നീട് വലിയ ശിക്ഷയായി, വലിയ നാശമായിട്ട് എന്ത് ചെയ്യും? അവരെ ഒന്ന് പിടികൂടും. വലിഹാദാ ലാ യഗ്ഫിറുല്ലാഹു സുബ്ഹാനഹു അൻ യുശ്റക ബിഹി ഫീ ഹാദിഹിൽ മഹബ്ബ, അതുകൊണ്ട് ഈ മഹബ്ബത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും അള്ളാഹുവിനെ പങ്കു ചേർത്താൽ ആ പങ്കു ചേർക്കപ്പെടുന്നതിന് അള്ളാഹു എന്ത് ചെയ്യൂല? പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറ മാ ദൂന ദാലിക ലിമൻ യശാ, മറ്റുള്ളതിന് അള്ളാഹു എന്ത് ചെയ്തേക്കാം? മറ്റുള്ള പാപങ്ങൾ പുറത്തു കൊടുത്തേക്കാം. പക്ഷേ സ്നേഹം അതിൽ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യൂല? പുറത്തു കൊടുക്കുകയില്ല. ഫമഹബ്ബത്തു സുവരി, സുവൃത്തകളോടുള്ളതായ സ്നേഹം. അതുകൊണ്ട് ഇവിടെ ഇമാം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ളതായ നിഷിദ്ധമായ സ്നേഹം, അതല്ലെങ്കിൽ പുരുഷന്മാർ പരസ്പരമുള്ള, സ്ത്രീകൾ പരസ്പരമുള്ള ഇങ്ങനെയുള്ളതായ ഈ സ്നേഹം, അത് തുഫൗവിതു മഹബ്ബത മാ ഹുവ അൻഫഉ ലിൽ അബ്ദി, അത് ഒരു സ്നേഹത്തെ ഇല്ലാതെയാക്കി കളയും. ആ സ്നേഹമാകട്ടെ അതാണ് അവനക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവൻ ഏറ്റവും പ്രയോജനം നൽകുന്നത്. ഇവൻ ഇങ്ങനെ ഈ സൂറത്തുകളെ സ്നേഹിച്ച് നടന്നാൽ അതെന്ത് ചെയ്യും? അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ ഇല്ലാതെയാക്കി കളയും. ബൽ എന്നല്ല, തുഫൗവിതു മഹബ്ബത മാ ലൈസ ലഹു സ്വലാഹുൻ വലാ നഈമുൻ വലാ ഹയാത്തുൻ നാഫിഅത്തുൻ ഇല്ലാ ബിമഹബ്ബതിഹി വഹദ, ഈ സ്നേഹം എന്ത് ചെയ്യും? അത് അള്ളാഹുവോടുള്ള സ്നേഹത്തെ നശിപ്പിച്ച് കളയും. അള്ളാഹുവിനോടുള്ള സ്നേഹം എങ്ങനെയാണ്? അതാണ് ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് നിദാനം. അതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ നിദാനം. അവന്റെ പ്രയോജനപ്രദമായ ജീവിതം ഈ സ്നേഹത്തിലാണ് നിലകൊള്ളുന്നത്. ആ സ്നേഹം കൊണ്ടല്ലാതെ എന്ത് ചെയ്യൂല? ഒരാൾക്ക് നന്മ ലഭിക്കാനില്ല, അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള ഇല്ല. പ്രയോജനപ്രദമായ ജീവിതമെല്ലാം ലഭിക്കുന്നത് ഈ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോഴാണ്. അങ്ങനെയുള്ള സ്നേഹം എന്ത് ചെയ്യും? അത് ഇല്ലാതെയായി പോവും, അതിനെ നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ഫൽ യഖ്തർ ഇഹ്ദൽ മഹബ്ബത്തൈൻ, അതുകൊണ്ട് മനുഷ്യൻ രണ്ടാലൊരു മഹബ്ബത്തിനെ എന്ത് ചെയ്യട്ടെ? തെരഞ്ഞെടുക്കട്ടെ. ഫഇന്നഹുമാ ലാ യജ്തമിആനി ഫിൽ ഖൽബി വലാ യർതഫിആനി മിൻ, ഇത് രണ്ടും എന്ത് ചെയ്യൂല? ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിച്ചാൽ നടക്കൂല. ഇത് രണ്ടും ഇല്ലാതെയാവാനും ഉണ്ടാവുകയില്ല. ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? മനസ്സിൽ വേണം. അതുകൊണ്ട് അവൻ പ്രയോജനകരമായ സ്നേഹത്തെ എന്ത് ചെയ്യട്ടെ? മനസ്സിൽ തിരഞ്ഞെടുക്കട്ടെ. ബൽ എന്നല്ല, മൻ അഅറദ അൻ മഹബ്ബത്തില്ല വദിക്രി, ആരാണോ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, അവനെ സ്മരിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, വശൗഖ് ഇലാ ലിഖാഇ, അവനെ കാണാൻ വേണ്ടിയിട്ടുള്ളതായ ഷൗക്ക് ഒരാൾക്കില്ല. ഇത് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ്, ആശയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള എന്ത് ചെയ്യണം? ഷൗക്ക് മനസ്സിൽ വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിന്നെ കണ്ടുമുട്ടുന്ന നാള്, ആ നാളേക്കുള്ള ഷൗക്കിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ വശൗഖ് ഇലാ ലിഖാഇ, ഇങ്ങനെ ഇതിനെ തൊട്ടെല്ലാം ഒരാൾ തിരിഞ്ഞു കളഞ്ഞു, ഇതൊന്നും അവനക്ക് വലിയ കാര്യമില്ല എന്നാണ് എങ്കിൽ ഇബ്തലാഹു, അള്ളാഹു എന്ത് ചെയ്യും? അവനെ പരീക്ഷിക്കും. ബി മഹബ്ബത്തി ഗൈരി, വേറെ ആളുകളോടുള്ള സ്നേഹം കൊണ്ട് അവനെ പരീക്ഷിക്കും. ഫയുഅദ്ദിബുഹു ബിഹാ ഫിദ്ദുനിയ വഫിൽ ബർസഖി വഫിൽ ആഖിറ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ഖബർ ജീവിതത്തിലും നാളെ ആഖിറത്തിലും അത് മുഖേന എന്ത് ചെയ്യും? അവർക്ക് ശിക്ഷ നൽകും. ഒരാൾ അള്ളാഹുവിനല്ല പ്രാമുഖ്യം കൊടുക്കുന്നത് സ്നേഹത്തിന്റെ കാര്യത്തിൽ, അവന്റെ സ്മരണക്കല്ല പ്രാമുഖ്യം കൊടുക്കുന്നത്. സ്നേഹത്തിന്റെ കാര്യം അതാണ്. ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെക്കുറിച്ച് എന്ത് ചെയ്യും? സ്മരണ വന്നുകൊണ്ടിരിക്കും. അവന്റെ മനസ്സിൽ നിറയെ എന്തായിരിക്കും? അവനെക്കുറിച്ച് ഓർമ്മകളായിരിക്കും. അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ അവന് ഇഷ്ടമായിരിക്കും. അവന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവന് ഇഷ്ടമായിരിക്കും. ഇതാണ് സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ആളുകൾ ഈ സ്നേഹത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭ്രാന്ത് പിടിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരാൾ അള്ളാഹുവിനെയാണ് അങ്ങനെ സ്നേഹിക്കേണ്ടത്. പക്ഷേ ഒരാൾ ആ സ്നേഹം അള്ളാഹുവിന് കൊടുക്കുന്നില്ല, അതിൽ നിന്ന് അവൻ തിരിഞ്ഞു നടക്കുവാണ്. അള്ളാഹുവിനെ കാണാൻ അവൻക്ക് ആശയില്ല, വേറെ പലരെയും കാണാനാണ് അവൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നത്? ആഗ്രഹം. ഇങ്ങനെയാണെങ്കിൽ അള്ളാഹു അവനെ ശിക്ഷിക്കും. വേറെ പല സ്നേഹവും അവൻ്റെ മനസ്സിലിട്ട് കൊടുത്തിട്ട് അവനെ ശിക്ഷിക്കും. ആ ശിക്ഷ ദുനിയാവിലും അവന് കിട്ടും, ഖബറിലും കിട്ടും, നാളെ ആഖിറത്തിലും കിട്ടും. ഫഇമ്മാ അൻ യുഅദ്ദിബഹു ബിമഹബ്ബത്തിൽ ഔഥാൻ, ചിലപ്പോൾ അവനെ പരീക്ഷിക്കുന്നത്
വിഗ്രഹങ്ങളോടുള്ള സ്നേഹം നിമിത്തമായിരിക്കും. അവനെ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ഷിർക്കിൽ കൊണ്ടുപോയി ആപതിക്കും. പലപ്പോഴും ധാരാളം കണ്ടിട്ടുണ്ട് അങ്ങനെ. ഈ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ കുഴിയിൽപ്പെട്ടിട്ട് എന്ത് ചെയ്യും, ചെന്നുപെടുന്നത് ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായിരിക്കും. അങ്ങനെ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് പൂജ അർപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന എത്രയോ ആളുകൾ കാണാം. ഇതാണ് അതിൻ്റെ കാരണം. എന്ത് ചെയ്യുന്നു, അവർ അതിനോട് പ്രിയമുള്ളവരായി മാറുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ വിട്ടു. അപ്പം എന്ത് ചെയ്തു, അള്ളാഹു അവനെ പരീക്ഷിക്കുകയാണ്, വിഗ്രഹങ്ങളോട് സ്നേഹമുള്ളവനാക്കി മാറ്റി. ഔബി മഹബ്ബത്തി സുൽബാൻ, അതല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് സ്നേഹം കൊണ്ട് അവനെ പരീക്ഷിക്കും. ഔബി മഹബ്ബത്തിൽ മുർദാൻ, അതല്ലെങ്കിൽ പ്രായമാകാത്തതായ ആൺകുട്ടികളോടുള്ളതായ സ്നേഹം കൊണ്ട്. ഔബി മഹബ്ബത്തിൻ നിസ്വാൻ, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ട്. ഔബി മഹബ്ബത്തിൽ ഉഷറാഇ വൽ ഖില്ലാൻ, അല്ലെങ്കിൽ അടുത്ത സ്നേഹിതരോടുള്ളതായ സ്നേഹം കൊണ്ട്. ഔബി മഹബ്ബത്തി മാ ദൂന ദാലിക മിമ്മാ ഹുവ ഫീ ഗായത്തിൽ ഹഖാറത്തി വൽ ഹവാൻ, അതല്ലെങ്കിൽ അതിനപ്പുറമുള്ളതായ വളരെ നിസ്സാരമായ വളരെ നിന്ദ്യമായ പല കാര്യങ്ങളോടും അവനെന്തുണ്ടാകും, സ്നേഹം ഉണ്ടാകും. ആ സ്നേഹം യഥാർത്ഥത്തിൽ അവനക്ക് ഉള്ള ശിക്ഷയാണ്. അവനെന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ പല പല കാര്യങ്ങളോടും അവൻ്റെ മനസ്സിൽ സ്നേഹമായി. ഇതെല്ലാം അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ അപേക്ഷിച്ച് എന്താണ്, വളരെ നിസ്സാരമാണ്. ഇതവന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഫൽ ഇൻസാനു അബ്ദു മഹബൂബിഹി, തിരിച്ചറിയേണ്ട കാര്യം, മനുഷ്യൻ ആരെയാണോ അവൻ സ്നേഹിക്കുന്നത് അവൻ്റെ സ്നേഹവാചനത്തിൻ്റെ അടിമയാണെന്നാണ്. അബുദാണവൻ. കായിനം മൻകാൻ, ആരെയാകട്ടെ അവൻ സ്നേഹിക്കുന്നത്, യഥാർത്ഥത്തിൽ അവൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാറും, അവൻ്റെ അടിമയായിട്ട് മാറും. അള്ളാഹുവിനെയാണ് യഥാവിധം സ്നേഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിനോടുള്ള ഉബൂദിയ്യത്ത് അവൻ്റെ മനസ്സിലെന്ത് ചെയ്യും, ദൃഢമാകും. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവം എന്ന് പറഞ്ഞത് ഉബൂദിയ്യത്താണ്, തഅബ്ബുദാണ്. അതിൽ ബന്ധപ്പെടും. ആരെയാണോ അവൻ സ്നേഹിക്കുന്നത് അവൻ്റെ അടിമയായി മാറും അവൻ. അതാരകട്ടെ, കമാഖീൽ പറയപ്പെട്ടതുപോലെ, അന്തൽ ഖതീലു ബികുല്ലി മൻ അഹബബ്തഹു ഫഖ്തർ ലിനഫ്സിക ഫിൽ ഹവാ മൻ തസ്തഫി. ഒരു കവി പറഞ്ഞതാണ്, അന്തൽ ഖതീലു ബികുല്ലി മൻ അഹബബ്തഹു. നീ ഒരു ഖതീലാണ്, കൊല ചെയ്യപ്പെട്ടവനാണ്. ബികുല്ലി മൻ അഹബബ്തഹു, ആരെയെല്ലാം നീ സ്നേഹിച്ചുവോ അവർ മുഖേനയെല്ലാം നീ എന്ത് ചെയ്തു, കൊല ചെയ്യപ്പെട്ടു. അവരുടെ എല്ലാം അടിമയായി നീ മാറി. അവരെല്ലാം നിന്നെന്ത് ചെയ്തു, കൊന്നിട്ടിട്ട് പോയി. ഫഖ്തർ ലിനഫ്സിക ഫിൽ ഹവാ മൻ തസ്തഫി, അതുകൊണ്ട് നീ നിന്റെ നഫ്സിന് ഏറ്റവും ഉചിതമാകുന്ന ഏറ്റവും നല്ല മഹബൂബിനെ നീ എന്ത് ചെയ്തോ, തിരഞ്ഞെടുത്തോ എന്നെന്ത് ചെയ്യാണ് ഒരു കവി പറയുകയാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്നേഹം നടിച്ച് പലരും വരും, നീ അവരെയെല്ലാം സ്നേഹിക്കും, നീ അവൻ്റെ അടിമകളായി മാറും. അവസാനം നീ എന്ത് ചെയ്യും, മൃതശരീരമായിട്ട് നിന്നെ കൊന്നിട്ടിട്ട് അവരെന്ത് ചെയ്യും, പോകും. അതുകൊണ്ട് നീ സ്നേഹിക്കേണ്ടത് ആരെയായിരിക്കണം, നിനക്ക് ഉപകാരം കിട്ടുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടാണ് ഫമൻ ലം യകുൻ ഇലാഹുഹു മാലികഹു വ മൗല, ആരുടെ ഇലാഹ് അവൻ്റെ ഉടമസ്ഥനും സംരക്ഷകനുമല്ലയോ. നമ്മുടെ ഇലാഹ് ആക്കേണ്ടത് ആരെയാണ്, നമ്മെ സൃഷ്ടിച്ച, നമ്മെ ഉടമപ്പെടുത്തിയ, നമ്മെ പരിപാലിക്കുന്ന മാലിക്കായ മൗലയായ അള്ളാഹു ആയിരിക്കണം. അള്ളാഹുവിനെ അല്ല ഒരാൾ ഇലാഹാക്കിയിരിക്കുന്നത് എങ്കിൽ കാന ഇലാഹുഹു ഹവ, അപ്പോൾ പിന്നെ അവൻ്റെ ഇലാഹ ആരായിരിക്കും, അവൻ്റെ ഹവ തന്നെയായിരിക്കും, അവൻ്റെ ഇച്ഛകളായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു. നബിയെ, താങ്കൾ ഒരാളെ കാണുന്നുണ്ടോ, അവൻ്റെ ഹവയെ ഇലാഹാക്കിയിരിക്കുകയാണ്. ഹവയെ ഇലാഹാക്കിയവനെ താങ്കൾ കണ്ടുവോ നബിയെ? വഅദല്ലഹുല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സംഇഹി വഖൽബിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, വഴിപഴപ്പിച്ചിരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ കേൾവിയുടെ മേലും അവൻ്റെ ഹൃദയത്തിൻ്റെ മേലും എന്ത് ചെയ്തിരിക്കുന്നു, സീല് വച്ചിരിക്കുന്നു. വജഅല അലാ ബസരിഹി ഗിഷാവ, അവൻ്റെ കാഴ്ചയുടെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മൂടുപടലം, അതിനെ മൂടിയിട്ട് അടച്ചിട്ടുണ്ട്. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാ, അള്ളാഹുവിനപ്പുറം ആരാണ് അവന് ഹിദായത്ത് കൊടുക്കാനുള്ളത്? അഫലാ തദക്കറൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അപ്പോൾ അള്ളാഹുവിനെയാണ് അവൻ എന്ത് ചെയ്യേണ്ടത്, ഇലാഹാക്കേണ്ടത്. അവനെയാണ് ഏറ്റവും അത്യുന്നതനായ മഹബൂബാക്കി സ്വീകരിക്കേണ്ടത്. അതിനപ്പുറത്ത് അതിനെ വിട്ടുകൊണ്ട് വേറെ പലതിനെയും സ്വീകരിക്കാൻ തുനിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, നഷ്ടപ്പെടും, അവൻ പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് ഫൗസാൻ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്നത് കാണാം, മനുഷ്യൻ സ്നേഹിക്കുമ്പോൾ ഏറ്റവും തിരഞ്ഞെടുക്കേണ്ടത്, ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് അള്ളാഹുവിനും
അവൻ്റെ റസൂലിനും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതായ പരിശ്രമങ്ങൾക്ക് ജിഹാദിനുമായിരിക്കണം പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതിനപ്പുറത്ത് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്, എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ വമസാകിനു തർദൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. അപ്പോൾ ഇത് എണ്ണി പറഞ്ഞു തരികയാണ്. 8 കാര്യങ്ങളെ അള്ളാഹു എണ്ണി പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങൾ സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത്, അതേപോലെ നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ സംതൃപ്തിയോടെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ വീടുകൾ, മസ്കനുകൾ, ഇതെല്ലാമാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രിയം ഈ പറയുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖ്. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് അവൻ എന്ത് ചെയ്യട്ടെ, കാത്തിരുന്നു കൊള്ളട്ടെ. ശിക്ഷ വരുന്നത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞ ശിക്ഷ എന്ത് ചെയ്യും, പല രീതിയിൽ വരും. ദുനിയാവിലും ഉണ്ടാവും, അത് ആഖിറത്തിലുണ്ടാകും, ബർസഖി ലോകത്തുണ്ടാകും. അള്ളാഹു ഫാസിഖീങ്ങളായ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഹിദായത്ത് കൊടുക്കുകയില്ല. അപ്പോൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് വെറുക്കേണ്ടത് എന്നെന്ത് ചെയ്യണം, വളരെ ഗൗരവത്തോടെ വിശ്വാസികൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. പലപ്പോഴും ഈ ഒരു വിദ്യാഭ്യാസം നമ്മുടെ ജനങ്ങൾക്കില്ല. ഏത് തോന്നിവാസീനെ എന്ത് ചെയ്യും, സ്നേഹിക്കും. എത്ര തമ്മാടിയായ ആൾക്കാരെയും സ്നേഹിക്കാനും അവരുടെ തോളത്ത് കൈയിടാനും അവരോടൊപ്പം ചിരിച്ചു നിന്ന് ഫോട്ടോ എടുക്കാനും ഒരു മടിയുമില്ലാത്ത ആളുകളായിട്ട് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും കഠിനമായി ചീത്ത പറയുന്ന, പരിഹസിക്കുന്ന ആളുകളെ വരെ എന്ത് ചെയ്യുന്നു, ആളുകൾ ഒരു ഉളുപ്പുമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്നേഹം അഭിനയിക്കുന്നതാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. എങ്ങനെയാണെങ്കിലും ഒരു കാരണവശാലും പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹു സ്നേഹിക്കുന്ന ആളുകളെ സ്നേഹിക്കുക, അള്ളാഹു സ്നേഹിക്കുന്ന അമലുകളെ സ്നേഹിക്കുക. ഇതാണ് അടിസ്ഥാനം. അള്ളാഹു ആരെയെല്ലാം വെറുക്കുന്നുവോ അവരെ വെറുക്കുക. ചില ആളുകളുടെ ധാരണ തിന്മകളെ വെറുത്താൽ മതി, തിന്മയുടെ ആളുകളെ വെറുക്കേണ്ടതില്ല എന്നൊരു തെറ്റായ ധാരണ ചില ആളുകളുടെ മനസ്സിലുണ്ട്. അങ്ങനെയല്ല, തിന്മയെയും വെറുക്കണം, തിന്മ ചെയ്യുന്ന ആളുകളെയും വെറുക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞവരെ സ്നേഹിക്കുക, നന്മകളെ സ്നേഹിക്കുക. അതേപോലെ തന്നെ തിന്മകളെയും തിന്മയുടെ ആളുകളെ എന്ത് ചെയ്യുക, വെറുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബസീറത്ത് എന്ത് ചെയ്യണം, വിശ്വാസിക്ക് ഉണ്ടാകണം. അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, തിന്മകൾ കാണുമ്പോഴുള്ള ഗൈറത്ത്, അതിനോടുള്ള വിദ്വേഷവും രോഷവും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഈ അടിസ്ഥാനമുണ്ടെങ്കിലേ ഉണ്ടാവൂ. അപ്പോൾ ഇതുപോലുള്ളതായ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യും, അതിനോടുള്ളതായ പക, അതിനോടുള്ള ദേഷ്യം അവൻ്റെ ഹൃദയത്തിലുണ്ടാകും. നേരെ മറിച്ച് ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. ഓരോ ആളുകളും അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചുകൊള്ളട്ടെ, എന്തിനാണ് ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്, അത് അവൻ്റെ പൗരസ്വാതന്ത്ര്യമല്ലേ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസമാണെങ്കിൽ അവനക്കിതൊന്നും പ്രശ്നമാവില്ല. കുറച്ച് കഴിയുമ്പോൾ പതിയെ എന്ത് ചെയ്യും, അവനും അതിലേക്ക് ചെന്നുവിടും. അപ്പോൾ ഈ അടിസ്ഥാനം, സ്നേഹത്തിൻ്റെ ഈ അടിസ്ഥാനം എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ശേഷം ഷെയ്ഖ് അവർകൾ പറയുന്നത്, ഇമാം അവർകൾ പറയുന്നത് സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ദറജകളെ സംബന്ധിച്ചാണ്. സ്നേഹത്തിന് 7ഓളം ദറജകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമാം അവർകൾ ഇവിടെ എണ്ണി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ അത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.